2.5 സെൻറ്റ് 3 സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരും. കാരണം ഫാമിലി ചെറുതാണ്, പിന്നെ പ്ലോട്ട് വാങ്ങിക്കുവാനുള്ള ദാരിദ്ര്യം, പിന്നെ വീട് വയ്ക്കുവാനുള്ള ദാരിദ്ര്യം, ഒരു ലിമിറ്റഡ് എമൗണ്ട് കൊണ്ട് ഒരു ചെറിയൊരു കൂര പണിയുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മുടെ ജനതയ്ക്കുള്ളത്. ഒന്നുകിൽ ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഏറ്റവും വലുത് ആ ഘട്ടത്തിലാവും ഇപ്പോഴത്തത്. രണ്ടാമത്തത്, ഇപ്പോഴത്തെ കൺസ്ട്രക്ഷൻ കോസ്റ്റൊക്കെ ഭയങ്കരമാണ്. അതുകൊണ്ട് വലിയ ഭവനമൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല. കയറി കിടക്കാനൊരു സ്ഥലം എന്ന കൺസെപ്റ്റിൽ ഒരു 2 മുറിയുള്ള ഒരു വീട് പണിയുക എന്നുള്ളത്. അപ്പം അങ്ങനെ 3 സെൻറ്റ് 3.5 സെൻറ്റിലൊക്കെ ധാരാളം വീടുകൾ ഇന്ന് കേരളത്തിൽ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിരുന്നാൽ, ചില സ്ഥലങ്ങളിൽ നാം കിണർ കുഴിച്ചേ പറ്റൂ. കാരണം വെള്ളത്തിൻ്റെ ഷോർട്ടേജാണ്. എല്ലായിടത്തും കേരള വാട്ടർ അതോറിറ്റി എന്നെത്തണമെന്നില്ല. എത്തിയാൽ തന്നെ ചിലപ്പോൾ എല്ലാ ദിവസവും വെള്ളവും വരണമെന്നില്ല. അതുകൊണ്ട് ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആശയം ഒന്നിൽ കുഴൽ കിണർ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ട്രഡീഷണൽ കിണർ കുഴിക്കുക എന്നുള്ളതാണ്. പക്ഷേ കിണർ കുഴിക്കുമ്പോൾ വാസ്തുപരമായി നോക്കുകയാണെങ്കിൽ പലരും പല സ്ഥാനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ വാസ്തുപരമായി ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അതേത് സ്ഥാനമാണെന്ന് ചോദിച്ചിരുന്നാൽ വടക്ക് കിഴക്ക് മൂലയാണ്. മൂല എന്ന് പറയുക എക്സാക്റ്റ് മൂലയല്ല ഉദ്ദേശിക്കുന്നത്. വടക്ക് കിഴക്ക് മൂല എന്ന് പറയുമ്പോൾ ആ കിഴക്ക് ആ കോർണറിൽ നിന്നും വടക്കോട്ടും വരാം, കോർണറിൽ നിന്ന് തെക്കോട്ടും പോകാം എന്നാണ്. ഫ്രണ്ടിലും സൈഡിലും ആകാം എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ വടക്ക് കിഴക്കേ മൂലയിൽ തന്നെ ആ കിണർ വരുന്നു. അയ്യോ എനിക്ക് സ്ഥലമില്ല, പിറകിലേ സ്ഥലമുള്ളൂ, യാതൊരു കോംപ്രമൈസും ഞാൻ പറയില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് പിന്നെ അവസാനം മൂടേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് പേര് മൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വഴിതെളിക്കാതെ കെട്ടിടം വയ്ക്കുന്നതിന് മുൻപേ ആദ്യം 2 സ്ഥലങ്ങൾ കാണണം. 1 കിണർ കുത്താനുള്ള സ്ഥലവും 2 സെപ്റ്റിക് ടാങ്ക് കുത്തേണ്ട സ്ഥലവും. ഇത് രണ്ടും കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തെ വീട് വയ്ക്കാനുള്ള പ്ലാൻ വരയ്ക്കാവൂ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ കിണറിൻ്റെ സ്ഥാനം ഇവിടെ തന്നെയാണ്, വടക്ക് കിഴക്ക് തന്നെയായിരിക്കണം നിർബന്ധമായിട്ടും അതിൻ്റെ ആ കിണർ വരേണ്ട സ്ഥാനം. അതിലൊരിക്കലും മാറ്റം വരുത്തരുത്. ഇവിടെ കുഴിച്ചു പോകും, പെട്ടെന്ന് വെള്ളം വരും, പ്രശ്നമൊന്നുമില്ല. കാലാകാലങ്ങൾ നല്ല വെള്ളമായിരിക്കും, ഒരു വെള്ളം നല്ല വെള്ളം തന്നെയായിരിക്കും ആ സ്ഥലത്ത് വരുന്നത്. കാരണം നമ്മൾ വീടിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാൾ കെട്ടിക്കഴിഞ്ഞു. കോമ്പൗണ്ട് വാൾ കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ മൂലയും തിരിഞ്ഞു കഴിയുന്നുള്ള അവിടെ കിഴക്ക് ഒരു മൂല നമ്മൾ തന്നെ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കിണറിന് കുത്തണം. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.